ഇങ്ങട് ആ മോതിരം ഇങ്ങട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ മോതിരം അങ്ങ് ഊരി കൊടുത്തു. അപ്പോൾ സീമനായി പറയുന്നത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഇയാൾ മോതിരം ഊരി കൊടുത്തു. അങ്ങനെ തിരിച്ച് അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ പടച്ചോനെ ഇന്നിപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു. കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു, എന്നോട് ഒരാൾ ചോദിക്കുക, അത് ആൾക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്നപ്പോൾ എവിടെ പേരൊന്നും അറിയാതെ ഞാൻ മോതിരമായിട്ട് വരിക എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്. എന്തോ അറബിയിലോ പിന്നെ മലയാളത്തിൽ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. അത് കണ്ട് ആൾക്കാരിങ്ങനെ ചുറ്റുപാട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പറഞ്ഞ മോതിരം കെടുന്നത്. അപ്പം പറഞ്ഞ മോതിരം കെടുന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ വേഗം ചെയ്തു ഊരി കൊടുത്തു. ഇപ്പോൾ ദുനിയാവ് ചോദിച്ച ആളുകൾക്ക് മഹാനവറുകൾ ഹയാത്തുള്ള സമയത്ത് അവിടുന്ന് ദുനിയവിയായ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ, കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ, ഗൾഫിലേക്കുള്ള യാത്രയുടെ കാര്യം പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ, ഒരു വീടുണ്ടാക്കാനുള്ള ആവശ്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ, ഏതെല്ലാം കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുള്ള വഴികൾ, അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണോ മഹാനവറുകളുടെ അടുക്കൽ എത്തുന്നത്, അവിടുന്ന് പറയുന്നത്, അതിനൊക്കെ അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നൊരവസ്ഥയാണ്. ഇതുപോലെ തന്നെ ദുനിയാവ് അല്ലാതെ ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞവർക്കും അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈമാൻ സലാമത്താണ്, അല്ലെങ്കിൽ ഈമാൻ നിലനിന്ന് കിട്ടണം, ഈമാൻ വർദ്ധിപ്പിച്ച് കിട്ടണം, ആഖിറം രക്ഷപ്പെടണം, അല്ലെ ഖബറിൽ ചോദ്യ സമയത്ത് എനിക്ക് മറുപടി പറയാൻ കഴിയണം എന്നോ, അല്ലെങ്കിൽ മഹ്ശറിൽ രക്ഷപ്പെടണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കണം എന്നൊക്കെ സീമലുല്ലാഹി മഹാനവറുകളുടെ അടുക്കൽ പറഞ്ഞാൽ അതിനും പരിഹാരം മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുമാറായിരുന്നു. ഇപ്പോൾ ആഖിറത്തിൻ്റെ കാര്യം പറയുന്നവർക്ക് ദിക്റുകൾ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. റാത്തീബുകൾ ചില സ്ഥലത്ത് നിലനിർത്താൻ വേണ്ടി മഹാനവറുകൾ ചില മഹല്ലത്തിലൊക്കെ റാത്തീബ് നിലനിർത്തി കൊടുത്തിട്ടുണ്ട്. ചില ആളുകളോട് വ്യക്തിപരമായി ഈമാനിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടി റാത്തീബ് സ്വന്തമായി ചെല്ലാനും, അതുപോലെ ഖുത്ബിയത്ത് ചെല്ലാനും, അതുപോലെ ദിക്റുകൾ ചെല്ലാനൊക്കെ മഹാനവറുകൾ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മഹാനവറുകളുടെ അടുക്കൽ ചെല്ലുന്നത് അതിന് മഹാനവറുകൾ പരിഹാരമായിരുന്നു. ഇപ്പം എന്നോട് ഒരാൾ ഒരു സംഭവം പറഞ്ഞു അടുത്ത്, മഹാനവറുകളുടെ അടുക്കൽ ഒരിക്കൽ ഇടിയങ്ങരയിൽ മഹാനവറുകളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ മഹാനവറുകളുടെ കയ്യിൽ നല്ലൊരു മോതിരമുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ കയ്യിൽ മോതിരം ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആളുകൾ മോതിരം കൊണ്ട് കൊടുത്താൽ അതൊന്ന് ധരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം വേറൊരാൾ വേറൊരു മോതിരം കൊണ്ട് കൊടുത്താൽ ഇത് ഒരു പക്ഷേ അതാണ് ഊരി വെച്ച് വേറൊന്നിടും. അങ്ങനെ ധാരാളം മോതിരങ്ങൾ മഹാനവറുകളുടെ അടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ വഫാത്തിൻ്റെ ശേഷം ഇടിയങ്ങരയിൽ നിന്ന് മടവൂരിലേക്ക് മഹാനവറുകൾ ഉപയോഗിച്ച വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊണ്ടുവന്നതിൽ ഒരുപാട് മോതിരങ്ങളുണ്ടായിരുന്നു. അന്ന് അതെല്ലാം മഹാനവറുകളെ മുഹിബീങ്ങളായ ആളുകൾ ചോദിച്ചവർക്ക് അത് കൊടുത്തു. ഇപ്പം അത് തീർന്നുപോയി. അപ്പോൾ അന്ന് മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരു മഹാനവറുകളെ സ്നേഹിക്കുന്ന ഒരാൾ വന്നു. അങ്ങനെ വന്ന ഓരോ ദുനിയവിയായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു. അപ്പോൾ മഹാനവറുകളുടെ കയ്യിൽ അപ്പോൾ നല്ലൊരു മോതിരം കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം മഹാനവറുകളുടെ ആ മോതിരത്തിലേക്ക് ഇങ്ങനെ നോക്കി, കൈമേൽ ധരിച്ച മോതിരത്തിലേക്ക് ഈ ആളിങ്ങനെ നോക്കി. അപ്പോൾ അത് മഹാനവറുകൾ കണ്ടു. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, നീ ഈ മോതിരം ആഗ്രഹിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഇത് നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിച്ചില്ല എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കിയതാണെന്നാണ്, നല്ല ഭംഗിയുള്ള നല്ലൊരു മോതിരം. അപ്പോൾ മഹാനവറുകൾ ഇങ്ങോട്ട് ചോദിച്ചു, നീ ഈ മോതിരം ആഗ്രഹിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. അത് എന്നാൽ നീ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഊരിയിട്ട് ഇയാളുടെ കൈ കൊടുത്തു. അപ്പോൾ അയാൾ പറയാണ്, അയാളൊരു നിർഭാഗ്യം എന്ന് പറയുന്നുണ്ട്. അയാൾ പറയും, ഞാനൊരു ഭാഗ്യം കുറഞ്ഞവനായിപ്പോയി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം എന്നോട് വിഷയം പറഞ്ഞത്. അങ്ങനെ നീ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ കൈമേൽ ധരിച്ചു നോക്കി. അപ്പോൾ ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഇത് ദുനിയാവ് കുറയും, ദുനിയാവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മോതിരാണ് ഇതെന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് തോന്നി, എന്നാൽ ഇത് വേണ്ട എന്നുള്ള ഒരു ഇതാൽ കൈ ഊരി. അയാളുടെ കയ്യിൽ ധരിച്ച ആ മോതിരം പെട്ടെന്ന് അങ്ങ് ഊരി. അന്നപ്പോൾക്ക് ആ സമയത്ത് മഹാനവറുകൾ കൈ കാണി, എന്നാ അങ്ങ് തന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അങ്ങ് തിരിച്ചു കൊടുത്തു എന്നാ. അത് അബദ്ധത്തിൽ പെട്ടെന്ന് മഹാനവറുകൾ പറഞ്ഞു, ദുനിയാവ് കുറവായിരിക്കും ഇത് ധരിച്ചാൽ, അങ്ങനത്തെ ഒരു മോതിരാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പിന്നെ
ഇയാൾ പെട്ടെന്ന് അങ്ങ് ഊരിയിട്ട് അപ്പം ആ സമയത്ത് തന്നെ മഹാനവറുകൾ ഇടിയങ്ങരയിൽ നിന്നാണ് സംഭവം, അവിടുന്ന് കൈ കാണിച്ചപ്പോൾ ഇയാളങ്ങ് തിരിച്ചു കൊടുത്തു. അപ്പം മഹാനവറുകൾ പറഞ്ഞു, ഏതായാലും ഇത് ധരിക്കണം എന്ന് ഇനി ആഗ്രഹിച്ചല്ലോ, അപ്പം അതുകൊണ്ട് ഈ മോതിരോ നീ കയ്യിൽ വെക്ക്, നീ കൈമേൽ ധരിച്ചോ. പക്ഷെ എന്നോട് ഒരാൾ ചോദിക്കും, ആ ചോദിക്കുന്നവർക്ക് ഇനി കൊടുക്കേണ്ടി വരും. അതായത് കയ്യിൽ ധരിച്ച് നീ പിന്നെ നിന്നോട് മോതിരം ഒരാൾ ചോദിക്കുക, ആ ചോദിക്കുന്ന ആൾക്ക് ഇനി കൊടുത്തോന്നു. അങ്ങനെ ഇയാൾ വാങ്ങി വീണ്ടും ഇത് കയ്യിലിട്ടു. അവിടുന്ന് സിയമലുല്ലാഹി മഹാനവറുകളുടെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞു തിരിച്ചു പോന്നു. അങ്ങനെ കോഴിക്കോട് ഇടിയങ്ങരയിൽ നിന്ന് കോഴിക്കോട് പാളയം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരികയാണ്. ഇയാൾ വന്ന് ഓട്ടോറിക്ഷയിലൊന്നും അല്ല വരുന്നത്. അപ്പം നടന്ന് വരുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കുകയാണ്. അയാൾ പറയുന്ന ഒരു ഒരാളിങ്ങനെ പാട്ട് പാടുന്ന ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ നേരെ ഇത് നോക്കി, അവിടേക്ക് ശ്രദ്ധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇയാളിങ്ങനെ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം ഈ കൂട്ടത്തിലേക്ക് ചെന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എവിടെയും ഗ്യാപ്പില്ല, ഫുള്ള് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചുറ്റുഭാഗം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരാൾ എന്തോ ഒരു ശബ്ദങ്ങൾ, ഒരു പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാലുള്ള ആൾ, അപ്പോൾ ഇയാളിങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ഇയാൾക്ക് നോക്കാൻ, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് നോക്കാൻ ഗ്യാപ്പില്ല. അപ്പോൾ ഒരാളുടെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇയാൾ നോക്കി മെല്ലെ തലഭാഗം ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. മറ്റുള്ള ആളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അയാൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു മുഷിഞ്ഞ കോലത്തിലുള്ള ഒരാളിങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു പാട്ടിങ്ങനെ പാടുന്നുണ്ട്. മലയാളത്തിലോ ഉറുദുവിലൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇയാളിങ്ങനെ വല്ല തല ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു പാളി നോക്കി. ആ സമയത്ത് ഈ ആൾ കണ്ടു, ഇയാളെ മുഖം മറ്റേ ആൾ കണ്ടു. അയാൾ ഇങ്ങോട്ട് ആ മോതിരം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ചെയ്തു, മോതിരം അങ്ങോട്ട് ഊരി കൊടുത്തു. അതായത് അപ്പോഴും അയാൾ പറയുകയാണ്, ഇത് ഞാൻ തരൂല എന്നല്ല, ഇത് എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ തരാമെന്നൊന്നും പറയാൻ തോന്നാതെ പെട്ടെന്ന് ചെയ്തു ഈ ആളെ കണ്ട് ഇയാൾ എന്താ ചെയ്യുന്നു നോക്കുക. ഇയാൾ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകളുടെ ഇടയിലൂടെ ഈ മോതിരമായിട്ട് വരുന്ന ആൾ, ശിവലതാൻ്റെ അടുക്കുന്ന വരുന്ന ആളിങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഇയാളുടെ ദൃഷ്ടിയിൽ പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇരുന്ന് പാട്ട് പാടുന്ന ആളാ ഇങ്ങോട്ട് ആ മോതിരം ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ മോതിരം അങ്ങ് ഊരി കൊടുത്തു. അപ്പോൾ സിയമനായി പറയുന്നത് എന്നോട് ചോദിക്കുന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഇയാൾ മോതിരം ഊരി കൊടുത്തു. അങ്ങനെ അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ പടച്ചോനെ ഇന്നിപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു. കാരണം അവിടുന്ന് ഒരു മോതിരം തന്നു, എന്നോട് ഒരാൾ ചോദിക്കുക, അത് ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്നപ്പോൾ എവിടെ പേരൊന്നും അറിയാതെ ഞാൻ മോതിരമായിട്ട് വരിക എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഹാലായിട്ട് ഒരു മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാളാണ് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്. എന്തോ അറബിയിലോ പിന്നെ മലയാളത്തിലോ ഉറുദുവിലൊക്കെ എന്തോ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. അത് കണ്ട് ആൾക്കാരിങ്ങനെ ചുറ്റുപാട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഇയാൾ പെട്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പറഞ്ഞ മോതിരം കെടുന്നത്. അപ്പം പറഞ്ഞ മോതിരം കെടുന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളെ വേഗം ചെയ്തു ഊരി കൊടുത്തു. പെട്ടെന്ന് പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ശിവമലതായി ഇങ്ങനെ പറഞ്ഞു ദുനിയാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനത് ചിന്തിച്ചില്ല. കാരണം ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആഖിറം രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇബാദത്ത് വർദ്ധിക്കാനോ അങ്ങനത്തെ എന്തോ ഒരു ഇതാവുമായിരുന്നു, ഒരു ഹാല് നല്ലൊരു അവസ്ഥയിലെത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ ചില മോതിരങ്ങൾ ധരിച്ചാൽ ഈ ഹക്കീക്ക് മോതിരം എന്നൊക്കെ പറയില്ല, കല്ലുകളുടെ കൂട്ടത്തിൽ സുലൈമാനി ഹക്കീക്ക് എന്നൊക്കെ പറയുന്ന മോതിരങ്ങൾ നമ്മൾ ശരീരത്തിൽ ധരിച്ചാൽ ആൾക്കാർ പറയാറുണ്ട് 70 ദിവസത്തോളം നമ്മൾ സ്ഥിരമായൊക്കെ ധരിച്ചാൽ അത് നമ്മൾക്ക് ഇബാദത്തിന് തന്നെ ഒരു മാറ്റം വരുമെന്നും ഒരു ഇബാദത്തിലൊരു താല്പര്യമൊക്കെ വരുമെന്നാണ് പറയുന്നത്. കാരണം ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ്. അത് വലത്തെ കൈയുടെ ചെറുവിരലിൽ ഒരു മോതിരം ധരിക്കൽ സുന്നത്താണ്. ചില ആളുകൾ കുറേ മോതിരം ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ കുറേ ഒന്നിലധികം ധരിക്കൽ കറാത്താണ്. അപ്പോൾ ചില ആളുകൾ ഇപ്പം ഈ മക്കാമുകളുടെ അടുത്തൊക്കെ ഉണ്ടാവും ഒരു ഹാലായിട്ട് നടക്കുന്ന കുറേ മോതിരം. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ പെട്ടി വാങ്ങാൻ പൈസ ഇല്ലായിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം പെട്ടിയിൽ വെക്കാൻ കഴിയാതെ കുറേ എണ്ണം ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോതിരം ധരിക്കലാണ് നമുക്ക് സുന്നത്തുള്ളത്, അത് ധരിക്കുക. അപ്പം ചില ആൾക്കാർ ചോദിക്കും, ഇഞ്ചടുത്ത് അവർ തന്നുകൊണ്ട് മറ്റേ ആൾ തന്നുകൊണ്ട് വേറൊരാൾ തന്നുകൊണ്ട് ബർക്കത്തിനുണ്ട്, അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ അത് ഒരാഴ്ച ഒരു മോതിരം ധരിക്കുക, അത് ഊരി വെച്ചിട്ട് വേറൊരു മോതിരം ഒരാഴ്ച ധരിക്കുക, പിറ്റേത് ഒരാഴ്ച വേറൊരു മോതിരം ധരിക്കുക. ഇങ്ങനെയാണ് ഒന്ന് ധരിക്കലാണ് സുന്നത്ത്. ഏറ്റവും അഫ്ദൽ വലത്ത് കൈയുടെ ചെറുവിരലിന്
സുന്നത്താണ്. അപ്പം ഇതുപോലെ ഇദ്ദേഹത്തിന് പിന്നെ ചിന്തിക്കുകയാണ്, അന്ന് സിയമലുള്ളാഹിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ ദുനിയാവ് വേണ്ടവർക്ക് ദുനിയാവും ആഖിറം വേണ്ടവർക്ക് അതിനുള്ള വഴിയും അതിനുള്ള മാർഗങ്ങളും മഹാനവർകൾ പറഞ്ഞു കൊടുക്കുകയും അവിടുന്ന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു തആല അതിനാൽ ഇത്തരം മഹാന്മാരെയൊക്കെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ വെറും ദുനിയവിയായ കാര്യങ്ങൾ മാത്രമാവരുത് പറയുന്നത്. വെറും കടം വീടാനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമോ ആയി പോവരുത്. നമ്മൾ ആഖിറത്തിൻ്റെ കാര്യം കൂടി ഇത്തരം മഹാന്മാരുടെ ഹദറത്തിൽ പോകുമ്പോഴും ഇനി ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ആഖിബത്ത് നന്നാവാൻ, ഈമാൻ സലാമത്താൻ, ഈമാൻ വർദ്ധിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, ആഖിറം രക്ഷപ്പെടാൻ, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അതോടുകൂടെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവരോട് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം അല്ലാതെ വെറും ദുനിയവിയായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അവർ അധ്വാനിച്ച് രാവും പകലും ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മുടെ വെറും ദുനിയവിയായ കാര്യങ്ങൾ അതിങ്ങനെ കഴിച്ചിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ലല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ സലാമത്താൻ, ആഖിറം രക്ഷപ്പെടാൻ, അതിന് നമ്മൾ പറയാൻ, അവന് ദുആ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ദുനിയവിയായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കടം ഉണ്ടെങ്കിൽ നമുക്ക് കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ ഈ കടത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നു. കാരണം ഒരുപക്ഷെ നാളെ 2 ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, അത് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിൻ്റെ ഈ കാര്യം കൊണ്ട് ആഖിറത്തിൻ്റെ കാര്യം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. കാരണം നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ തീരാൻ നമുക്ക് ദുആ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിൽ ജമാഅത്തിന് കൂടിയാൽ ഒരുപക്ഷെ നമുക്ക് 1 ലക്ഷം റുപ്യ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ 1-ാം സഫിലുണ്ടാവും. അപ്പോൾ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ സഫിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന് ഞാൻ ചിന്തിക്കും, പഠിച്ചോനെ ഇയാൾ സലാം വീട്ടുമ്പോഴേക്കും സലാം വീട്ടിയിട്ട് എനിക്ക് പോകണം. അയാൾ എഴുന്നേറ്റ് പോരുമ്പോഴേക്കും അയാൾ ദുആ കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് തടിയെടുക്കണം. കാരണം അയാൾ കണ്ടാൽ നമ്മളോട് ചോദിക്കും, പൈസ എന്തായാലും ചോദിക്കും. അപ്പോൾ അയാൾ കാണാതെ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നിസ്കാരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വന്നു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ അതിനില്ലാതിരിക്കാൻ വേണ്ടി ദുനിയവിയായ കാര്യങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഇത്തരം മഹാന്മാരുടെ ഹദറത്തിൽ നിന്നോ അല്ലെങ്കിൽ മജ്ലിസിൽ നിന്നോ പറയുന്നതിന് വിരോധമില്ല. പക്ഷേ ഇതാണെങ്കിൽ കഴിഞ്ഞ് വെറും എല്ലാ കാലത്തും നമ്മൾ ദുനിയവിയായ കാര്യങ്ങളായി പോവരുത്. ആഖിറത്തിൻ്റെ കാര്യത്തിനോട് നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ ആളുകൾ ഒരുപാട് കടമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ബിസിനസ് പിന്നെ എല്ലാം പൊട്ടിപ്പോയ ആളുകളുണ്ട്, പണം കൊടുത്ത് ഒരുപാട് പണങ്ങൾ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് അലട്ടുന്ന പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിഹാരത്തിൻ്റെ മാർഗം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്ക് ആവശ്യമായ ദുനിയാവ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ആഖിറം എല്ലാം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ഓൺലൈനിലൂടെയൊക്കെ ഈ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇത്തരം മഹാന്മാരുമായി ഫാത്തിഹയിലൂടെയും യാസീനിലൂടെയും ഖത്മിലൂടെയൊക്കെ അടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.